ഹായ്, ഒരു ഫുട്ബോൾ കളിക്കാരൻ ആഴ്ചയിൽ എത്ര ദിവസം ട്രെയിൻ ചെയ്യണം? അല്ലെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്? അപ്പം ഈ സയൻസ് കാണിക്കുന്നത് തന്നെ കുട്ടികൾ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഴ്ചയിൽ 6 ദിവസം ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഏക കാര്യം എന്ന് വെച്ചാൽ ഒരു പ്ലെയർ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം സയൻറ്റിഫിക് ആയിരിക്കണം. അതായത് ആ ഏജ് ഗ്രൂപ്പിനനുസരിച്ചായിരിക്കണം. സപ്പോസ് 8 വയസ്സിൽ താഴെയുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ അയാൾക്ക് ഫൺ ട്രെയിനിങ് ആയിരിക്കണം. ഒരിക്കലും അയാളെ സ്പെസിഫിക് ട്രെയിനിങ് പാടില്ല. തീർച്ചയായും 15 വയസ്സിന് താഴെയാണെങ്കിൽ അത് തീർച്ചയായും ടെക്നിക്കൽ ട്രെയിനിങ് ആയിരിക്കണം. അയാൾക്ക് ഒരു കാരണവശാലും ഒറ്റയടിക്ക് പോയി 10 റൗണ്ട് ഓടാൻ ഒരു കാരണവശാലും പറയരുത്. കാരണം അവിടെ ടെക്നിക്കൽ ട്രെയിനിങ് ആ ഏജിനനുസരിച്ചുള്ളതായിരിക്കണം. അപ്പോൾ എന്നിട്ട് ഒരു മുതിർന്ന ഒരു പ്രൊഫഷണൽ പ്ലെയറാണ്. പ്രൊഫഷണൽ പ്ലെയറാണെങ്കിൽ തീർച്ചയായിട്ടും 6 ദിവസം തന്നെ ട്രെയിനിങ്. അതിൽ 2 ദിവസം വേണമെങ്കിൽ കണ്ടീഷനിങ് മാറ്റി വെക്കാം. 2 ദിവസം ടെക്നിക്കൽ ട്രെയിനിങ്, 2 ദിവസം ടാക്ടിക്കൽ ട്രെയിനിങ്. പക്ഷേ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനിങ് സെഷന് ശേഷം തീർച്ചയായിട്ടും 72 മണിക്കൂർ ഉണ്ടെങ്കിൽ അടുത്ത കണ്ടീഷനിങ് സെഷൻ വെക്കാവും. അല്ലെങ്കിൽ ഒരു മാച്ച് വരുമ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഇത് തീർച്ചയായിട്ടും ആഴ്ചയിൽ 6 ദിവസമാണ് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ പ്ലാൻ ചെയ്താലേ എഫക്റ്റീവ് ആവും. അപ്പം ഒരു ദിവസം ഒരാഴ്ചയിൽ എത്ര ദിവസം ട്രെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും 6 ദിവസം ട്രെയിൻ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ട്രെയിനിങ് പ്ലാൻ സയൻറ്റിഫിക് ആയിരിക്കണം എന്നുള്ളത്. സയൻറ്റിഫിക് ആയില്ലെങ്കിൽ ഇത് നേരെ ലോഡ് എഫക്റ്റ് ചെയ്യും. അത് കുട്ടികളെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം ആഴ്ചയിൽ 6 ദിവസം ചെയ്യുമ്പോൾ അത് പ്ലാൻഡ് ആയിരിക്കണം, അത് ഏജ് ഗ്രൂപ്പിന് അനുസരിച്ചായിരിക്കണം. എന്നാലേ ആ ട്രെയിനിങ് പെർഫെക്റ്റ് ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പം ആഴ്ചയിൽ 6 ദിവസം ട്രെയിൻ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഒരു ദിവസം റെസ്റ്റും കൊടുക്കാം. ബട്ട് അക്കോർഡിംഗ് ടു ദ ഏജ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഫുട്ബോൾ ഇനിയും വ്യത്യസ്ത വീഡിയോ കാണാം. ബൈ.